നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സേഫ്റ്റി വിഷയമാണ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ. വീട്ടിലായാലും ഓഫീസിലായാലും ഇൻഡസ്ട്രിയിലായാലും പ്രത്യേകിച്ച് സബ്സ്റ്റേഷൻ പോലുള്ള ഹൈ വോൾട്ടേജ് സ്ഥലങ്ങളിലായാലും ഫയർ ആക്സിഡന്റ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പലപ്പോഴും ചെറിയൊരു തെറ്റാണ് വലിയ അപകടത്തിലേക്ക് നയിക്കുന്നത്. ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്നത് ചെറിയ തീപിടുത്തങ്ങൾ തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു സേഫ്റ്റി ഡിവൈസാണ്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഇപ്പോൾ ഫയർ ടൈപ്സ് ഒന്ന് മനസ്സിലാക്കാം. ക്ലാസ് എ ഫയർ വുഡ്, പേപ്പർ, ക്ലോത്ത് പോലുള്ള സാധാരണ വസ്തുക്കൾ. ക്ലാസ് ബി ഫയർ ഓയിൽ, പെട്രോൾ, ഡീസൽ പോലുള്ള ഫ്ലാമബിൾ ലിക്വിഡ്സ്. ക്ലാസ് സി ഫയർ ഇലക്ട്രിക്കൽ എക്വിപ്മെന്റിലുണ്ടാകുന്ന ഫയർ. ക്ലാസ് ഡി ഫയർ മെറ്റൽസ്, ഇൻഡസ്ട്രിയൽ യൂസ്. ഇതനുസരിച്ചാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ തിരഞ്ഞെടുക്കേണ്ടത്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ടർ ടൈപ്പ് ക്ലാസ് എ ഫയറിനാണ്. ഫോം ടൈപ്പ് ക്ലാസ് ബി ഫയറിനാണ്. CO2 കാർബൺ ഡയോക്സൈഡ്. ഇലക്ട്രിക്കൽ ഫയർക്കാണ് ഏറ്റവും സേഫ്. ഡ്രൈ പൗഡർ ABC ടൈപ്പ്. ഓൾമോസ്റ്റ് എല്ലാ ഫയറിനും ഉപയോഗിക്കാം, വളരെ കോമൺ ആണ്. ഇപ്പോൾ സബ്സ്റ്റേഷനെ കുറിച്ച് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കാം. സബ്സ്റ്റേഷനിൽ ട്രാൻസ്ഫോമർ, സ്വിച്ച് ഗിയർ, കൺട്രോൾ പാനൽ തുടങ്ങിയ ഹൈ വോൾട്ടേജ് ഇക്വിപ്മെന്റ് ഉള്ളതിനാൽ ഇലക്ട്രിക്കൽ ഫയർ റിസ്ക് വളരെ കൂടുതലാണ്. ചെറിയ സ്പാർക്ക് പോലും വലിയ എക്സ്പ്ലോഷനായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സബ്സ്റ്റേഷനിൽ സാധാരണ CO2 എക്സ്റ്റിംഗ്വിഷർ അല്ലെങ്കിൽ ഡ്രൈ പൗഡർ എക്സ്റ്റിംഗ്വിഷർ ആണ് ഉപയോഗിക്കുന്നത്. വാട്ടർ ടൈപ്പ് ഇവിടെ ഉപയോഗിക്കുന്നത് വളരെ അപകടകരമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ ഉപയോഗിക്കാം? പാസ് മെത്തഡ് ഫോളോ ചെയ്യണം. P പുൾ, സേഫ്റ്റി പിൻ റിമൂവ് ചെയ്യുക. എയിം, തീയുടെ അടിഭാഗത്തേക്ക് എയിം ചെയ്യുക. S സ്ക്വീസ്, ഹാൻഡിൽ അമർത്തുക. S സ്വീപ്പ്, സൈഡ് ടു സൈഡായി സ്പ്രേ ചെയ്യുക. എപ്പോഴും ഫയറിന്റെ ബേസിലേക്ക് സ്പ്രേ ചെയ്യണം, ഫ്ലെയിമിലേക്കല്ല. ഇപ്പോൾ ചില പ്രധാന സേഫ്റ്റി ടിപ്സ്. ഫയർ സ്മോൾ ആണെങ്കിൽ മാത്രം എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഫയർ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഉടൻ സേഫായി സ്ഥലത്തു നിന്ന് മാറുക. ഇലക്ട്രിക്കൽ ഫയറിൽ ഒരിക്കലും വാട്ടർ ഉപയോഗിക്കരുത്. എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുന്നതിന് മുൻപ് വിൻഡ് ഡയറക്ഷൻ ശ്രദ്ധിക്കുക. എക്സ്പയറി ഡേറ്റ്, പ്രഷർ ഗേജ് എന്നിവ റെഗുലറായി ചെക്ക് ചെയ്യണം. സബ്സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഫയർ സേഫ്റ്റി ട്രെയിനിങ് നിർബന്ധമാണ്. വീട്ടിൽ പോലും ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടാകുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് കിച്ചൺ ഏരിയയിൽ. ഓർമ്മിക്കുക, സേഫ്റ്റി ഒരു ഓപ്ഷൻ അല്ല, അതൊരു നെസസിറ്റിയാണ്. ഒരു ചെറിയ ഫയർ പോലും വലിയ നഷ്ടത്തിലേക്ക് നയിക്കാം. പക്ഷെ ശരിയായ അറിവുണ്ടെങ്കിൽ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇത്തരം യൂസ്ഫുൾ വീഡിയോസ് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.